1 സാമുവേൽ അധ്യായം 22. ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അതുല്ലാം ഗുഹയിലെത്തി. അവൻ്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവൻ്റെ ചുറ്റും കൂടി. അവൻ അവരുടെ എല്ലാം തലവനായി. 400ഓളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു. ദാവീദ് അവിടെ നിന്ന് മോവാബിലുള്ള മിസ്പയിലെത്തി മോവാബ് രാജാവിനോട് അപേക്ഷിച്ചു, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നത് വരെ എൻ്റെ മാതാപിതാക്കന്മാർ അങ്ങയോടുകൂടെ താമസിക്കാൻ അനുവദിക്കണം. അവരെ അവൻ മോവാബ് രാജാവിൻ്റെ അടുത്താക്കി. ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലമത്രയും അവർ അവിടെ താമസിച്ചു. പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു, സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി, യൂദാദേശത്തേക്ക് പോവുക. അതനുസരിച്ച് ദാവീദ് ഹേരത്ത് വനത്തിലേക്ക് പോയി. ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവൂൾ അറിഞ്ഞു. അവൻ കുന്തവുമായി ഗിബെയയിലെ കുന്നിൻ മുകളിലുള്ള പിച്ചിലുമരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ഭൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു. സാവൂൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രജരെ കേൾക്കുവിൻ. ജെസയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ? നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ? നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ? ജെസയുടെ മകനുമായി എൻ്റെ പുത്രൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല. അവൻ എൻ്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹതപിക്കുകയോ ചെയ്തില്ല. അപ്പോൾ സാവൂളിൻ്റെ ഭൃത്യന്മാരുടെ അടുത്ത് നിന്നിരുന്ന ഏദോമ്യനായ ദോയഗ് പറഞ്ഞു, ജെസയുടെ മകനെ ഞാൻ കണ്ടു. നോബിൽ വെച്ച് അഹിത്തൂബിൻ്റെ പുത്രൻ അഹിമലേക്കിൻ്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു. അഹിമലേഖ് അവന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന് ഭക്ഷണവും ഫിലിസ്തനായ ഗോലിയാത്തിൻ്റെ വാളും കൊടുത്തു. രാജാവ് അഹിത്തൂബിൻ്റെ മകനും പുരോഹിതനുമായ അഹിമലേക്കിനെയും അവൻ്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി. സാവൂൾ പറഞ്ഞു, അഹിത്തൂബിൻ്റെ പുത്ര കേൾക്കുക. പ്രഭു സംസാരിച്ചാലും അവൻ പ്രതിവചിച്ചു. സാവൂൾ ചോദിച്ചു, നീയും ജെസയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിന് ഗൂഢാലോചന നടത്തി? നീ അവൻ അപ്പവും വാളും കൊടുക്കുകയും അവന് വേണ്ടി കർത്താവിൻ്റെ ഹിതമാരായുകയും ചെയ്തില്ലേ? അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത്? അഹീമേലെക്ക് പറഞ്ഞു, അങ്ങയുടെ സേവകന്മാരിൽ ദാവീദിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട്? അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനും അല്ലേ? അവന് വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല. രാജാവ് ഈ ദാസൻ്റെയോ പിതൃഭവനത്തിൻ്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ. ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. രാജാവ് പറഞ്ഞു, അഹിമേലെക്ക്, നീയും നിന്റെ കുടുംബവും മരിക്കണം. രാജാവ് അടുത്തുനിന്ന് അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു, കർത്താവിൻ്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക. അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല. എന്നാൽ കർത്താവിൻ്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല. അപ്പോൾ രാജാവ് ദോയഗിനോട് കൽപ്പിച്ചു, നീ ആ പുരോഹിതന്മാരെ കൊല്ലുക. ഏദോമ്യനായ ദോയഗ് അത് ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച 85 പേരെ അന്ന് അവൻ വധിച്ചു. ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ശിശുക്കൾ, കഴുതകൾ, ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി. എന്നാൽ അഹിത്തൂബിൻ്റെ മകൻ അഹിമേലെക്കിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാഥർ രക്ഷപ്പെട്ടോടി ദാവീദിൻ്റെ അടുത്തെത്തി. കർത്താവിൻ്റെ പുരോഹിതന്മാരെ സാവൂൾ വധിച്ച വിവരം അവൻ അറിയിച്ചു. ദാവീദ് അബിയാഥറിനോട് പറഞ്ഞു, ഏദോമ്യനായ ദോയഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ
അവൻ തീർച്ചയായും സാവുളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് ഞാൻ കാരണമായി. ഭയപ്പെടേണ്ട, എന്നോടുകൂടെ താമസിക്കുക. എൻ്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു. എൻ്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും. Chapter 22. David left Gath and escaped to the cave of Adullam. When his brothers and the rest of his family heard about it, they came down to him there. He was joined by all those who were in difficulties or in debt or who were embittered, and he became their leader. About 400 men were with him. From there David went to Mizpah of Moab and said to the king of Moab, "Let my father and mother stay with you until I learn what God will do for me." He left them with the king of Moab, and they stayed with him as long as David remained in the refuge. But the prophet Gad said to David, "Do not remain in the refuge. Leave and go to the land of Judah." And so David left and went to the forest of Hereth. Now Saul heard that David and his men had been located. At the time he was sitting in Gibeah under a tamarisk tree on the high place, holding his spear, while all his servants were standing by. So he said to them, "Listen, men of Benjamin, will the son of Jesse give all of you fields and vineyards? Will he make each of you an officer over 1,000 or 100 men, that you have all conspired against me? And no one tells me that my son has made an agreement with the son of Jesse? None of you shows sympathy for me or discloses to me that my son has stirred up my servant to be an enemy against me, as is the case today." Then Doeg the Edomite, who was standing with the officers of Saul, spoke up. "I saw the son of Jesse come to Ahimelech son of Ahitub in Nob. He consulted the Lord for him and gave him supplies, and the sword of Goliath the Philistine as well." At this the king sent a summons to Ahimelech the priest, son of Ahitub, and to all his family who were priests in Nob, and they all came to the king. Then Saul said, "Listen, son of Ahitub." He replied, "Yes, my lord." Saul asked him, "Why did you conspire against me with the son of Jesse by giving him food and a sword, and by consulting God for him, that he might rebel against me and become my enemy, as is the case today?" Ahimelech answered the king, "And who among all your servants is as loyal as David, the king's son-in-law, captain of your bodyguard, and honored in your own house? Is this the first time I have consulted God for him? No, indeed. Let not the king accuse his servant or anyone in my family of such a thing. Your servant knows nothing at all, great or small, about the whole matter." But the king said, "You shall die, Ahimelech, with all your family." The king then commanded his henchmen standing by, "Make the rounds and kill the priests of the Lord, for they assisted David. They knew he was a fugitive, and yet failed to inform me." But the king's servants refused to lift a hand to strike the priest of the Lord. The king therefore commanded Doeg, "You make the rounds and kill the priests." So Doeg the Edomite went from one to the next and killed the priests himself, slaying on that day 85 who wore the linen ephod. Saul also put the priestly city of Nob to the sword, including men and women, children and infants, and oxen, asses, and sheep. One son of Ahimelech, son of Ahitub, named Abiathar, escaped and fled to David. When Abiathar told David that Saul had slain the priests of the Lord, David said to him, "I knew that day when Doeg the Edomite was there that he would surely tell Saul, 'I am responsible for the death of all your family. Stay with me, fear nothing. He that seeks your life must seek my life also. You are under my protection.'"